അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞുണ്ടായിട്ടൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് തന്നെ വലുതായി കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ സെയിലായിട്ടുള്ളതുമാണ്. ഒക്കെ കൊണ്ടുപോയിട്ടില്ല, ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഒക്കെ കൊണ്ടുപോകണമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തതാണ്. ഒക്കെ അപ്പോൾ അത് ഒരു മാസമായതും 1.5 മാസം ആവാനായതും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരെണ്ണം പോലും നഷ്ടമായിട്ടുമില്ല. എല്ലാവരും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാവരും വലുതായി കിട്ടിയിട്ടുണ്ട്. അന്ന് വെച്ചു കൊടുത്തതും തന്നെ ഒരു 1-2 മുട്ടയ്ക്ക് ഓരോന്നിലും വിരിയാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വിരിഞ്ഞുണ്ടായതൊന്നും ഇതിന്ന് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ പലരും പറയണേക്കെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായി കിട്ടൂല, ഉണ്ടായാലും ഒക്കെ കുറച്ചാകുമ്പോഴത്തേനൊക്കെ ചത്തു പോകും എന്നൊക്കെ ഉള്ളത്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്കൊന്നും പോലും നഷ്ടപ്പെടാതെ തന്നെ നമുക്കൊക്കെ വലുതായി കിട്ടും ചെയ്യും. നമ്മളിപ്പോൾ കോഴികളൊക്കെ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാവശ്യമൊക്കെ ഒന്ന് സെയിലാക്കിയതാണ്. ഞാനിവിടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ടാണ് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുക. അത് വെള്ളമൊക്കെ കുറച്ചൊരു മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് കുറച്ചൊരു വെള്ളത്തിൽ കുറച്ച് മഞ്ഞളിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കണ വെള്ളത്തിൽ മിക്സ് ചെയ്തങ്ങാണ്ട് ഇവർക്ക് വെച്ച് കൊടുക്കും. ആ രീതിയിൽ ഒരാഴ്ചയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും. പിന്നീട് നമ്മൾ സാധാ വെള്ളം തന്നെ വെച്ച് കൊടുക്കുക. അത് നമ്മളൊരു കുപ്പിയിൽ അവിടെ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അവർക്ക് കൊടുക്കണ ആ വെള്ളത്തിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അവർക്ക് മാറ്റുമ്പോഴും ആ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കും. അതല്ല ഇനി വെറുതെ വെള്ളം വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കൊടുക്കാം. പിന്നെ സ്റ്റാർട്ടർ തന്നെ വാങ്ങിക്കൊടുക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും നമ്മൾ സ്റ്റാർട്ടർ തന്നെ വാങ്ങിക്കൊടുക്കണം. എന്നാലാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക. കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാവാനും നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ഏറ്റവും നല്ലത് തന്നെ സ്റ്റാർട്ടർ വാങ്ങിക്കൊടുക്കണം. അതൊക്കെ നമ്മൾ വാങ്ങി പൈസ കൊടുക്കണമെന്നൊന്നും ആലോചിക്കണം. നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചത് 1-2 കിലോ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉഷാറായിട്ട് തന്നെ വലുതായിട്ട് വരും. അപ്പോൾ പിന്നെ അത് വാങ്ങുന്നതും തന്നെ നമ്മൾ നല്ല ചിലവൊക്കെ ഉള്ള നല്ല കടയിൽ നിന്ന് വാങ്ങുക. നമ്മൾ വലിയ പിന്നെ ചിലവൊന്നും ഇല്ലാത്ത തീറ്റയൊക്കെ കിട്ടുന്ന കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പോൾ കുറച്ച് പൂപ്പലും ഇതൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അത് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തൂങ്ങിയിട്ട് ഉഷാറില്ലാതെയൊക്കെ നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം നല്ല ചിലവൊക്കെ ഉള്ള കടയിൽ നിന്ന് നോക്കിയിട്ട് തന്നെ സ്റ്റാർട്ടറൊക്കെ വാങ്ങിക്കുക. എന്നാൽ പിന്നെ അവർക്കത് ഒരു നേരം എന്തായാലും സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. അത് നമ്മൾ 2 ആഴ്ച വരെയൊക്കെ എന്തായാലും ഒരു നേരത്ത് സ്റ്റാർട്ടർ കൊടുക്കുക. ഒരു നേരം സ്റ്റാർട്ടറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തങ്ങാണ്ട് കൊടുക്കുക. കുറച്ച് അരി പൊടിച്ചങ്ങാണ്ടും അതുപോലെ പിന്നെ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന പലഹാരവും അതേപോലെ ചോറൊക്കെ നമ്മൾ നല്ല ചോറൊന്നും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ നല്ല പഴയ ചോറൊന്നും അല്ലാത്ത പുതിയ ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കില്ല. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ചോറൊന്നും കൊടുക്കരുത്. കുറച്ച് ചോറൊക്കെ നല്ല ചോറ് ലേശമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടർ തന്നെ ആകുമ്പോൾ ഒരുപാട് സ്റ്റാർട്ടർ വേണ്ടേ. അപ്പോൾ നമ്മൾ 2 ആഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു നേരത്ത് സ്റ്റാർട്ടർ കൂടെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇലയുടെ കാര്യത്തിൽ ഒരിതും വേണ്ട. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇല കൊടുക്കുക. അപ്പോൾ ഈ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് കുടവന ഇല എന്നറിയും. ഇതൊക്കെ ഇവിടെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോ ബാഗിലൊക്കെ വളർത്തിയിട്ടുള്ളതാണ്. മറ്റേ നമ്മൾ നിലത്തൊക്കെ ഉള്ളതൊക്കെ അവർ തന്നെ വലിയ കോഴികളൊക്കെ കൊത്തി കഴിക്കണ കാരണം അത് ഉണ്ടായി കിട്ടില്ല. അപ്പോൾ ഇത് കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകാനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ തൂക്കം ഇതൊന്നും വരുന്നില്ല. കാരണം നല്ല ഇഷ്ടമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക്. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് ഒരാഴ്ച ആയാൽ തന്നെ സ്റ്റാർട്ടർ കൂടെ ഒക്കെ ഒരു ലേശം മിക്സ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ വേറെ എന്താ നമുക്ക് കിട്ടണ ഇല, പിന്നെ ചായ മനസ്സയുടെ ഇല, അതേമാതിരി പൊന്നാങ്ങണി ചീര എന്നിട്ട് തൊടുവിലൊക്കെ ഉണ്ടാകണ പൊന്നാങ്ങണി ചീര ഉണ്ടല്ലോ, അത് ചായ മനസ്സയുടെ ഇല, ചീരയുടെ ഇല, മുരിങ്ങയില ഇതൊക്കെ കൊടുക്കുക. നമുക്ക് കിട്ടുന്ന ഇലയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ഇലയൊക്കെ കൊടുത്ത് തുടങ്ങുക. അത് അവർക്കാണ് ശീലമായാൽ തന്നെ പിന്നെ അത് തീറ്റ കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കൊത്തി തിന്നുങ്ങാണ്ടിരിക്കും. അപ്പോൾ പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വെറുതെ കരഞ്ഞുങ്ങാണ്ടിരിക്കും ചെയ്യൂല. അത് നന്നായിട്ട് നമുക്ക് ഇനി പരിയാനൊന്നും ഒഴിവില്ലെങ്കിൽ കൂട്ടിൽ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താലും മതി. എല്ലാ അതിൻ്റെയും കൊമ്പ് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ചീലൊക്കെ ഇതുപോലെയാണ്. കുറച്ചൊക്കെ അരിഞ്ഞ് അതിലൊക്കെ വെക്കാൻ പറ്റാത്ത ഇലയൊക്കെയാണെങ്കിൽ അതിൽ കൂടെ അരിഞ്ഞിടും. അല്ലാത്തത് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ അവർ തീറ്റ കഴിഞ്ഞാൽ ഇതൊരു കൊത്തി തിന്ന പരിപാടിയായിട്ട് അങ്ങനെ
കഴിഞ്ഞോളും. ഇവരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലാണ്, എന്നാലും അവരെ ഇതങ്ങനെ കഴിച്ചും കൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് അവർ ആ കൊമ്പ് മാത്രം ബാക്കിയാക്കും. അതുവരെ ഫുള്ള് കഴിക്കും. ഇതിലിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മുരിങ്ങ അറിയണ ആ മുരിങ്ങ ഉണ്ട്, അതേപോലെ പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര അതുണ്ട്, പിന്നെ ചായ മനസ്സയുടെ ഇല ഉണ്ട്. ചായ മനസ്സൊന്നും കൊടുത്താലും ഒരു കുഴപ്പമില്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കുക. പലരും പറയുന്നതാണ് ചായ മനസ്സയുടെ ഇലക്കൊരു കറയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭക്ഷണം അങ്ങനെ പറയും. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, കോഴികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ കൊടുക്കൽ തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പം കോഴികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് കൊടുക്കാൻ ആരും ഒന്നും പിന്നെ മടി കരുതണ്ട. കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, കോഴികൾക്കോ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും. കാരണം അതിന് കറുണ്ട് കട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കോഴികൾക്ക് കുഴപ്പമൊന്നുമില്ല. കോഴികൾക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ കട്ടൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ടാക്കൽ. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നേനു കോഴിക്കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുത്ത് ഇപ്പൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒഴിവുള്ള നേരത്തൊക്കെ ഒന്ന് പുറത്തോട്ട് വിടുക, അവർക്കൊന്ന് വെയിൽ കൊള്ളാനും അതുപോലെ ഇങ്ങനെ ചിക്കി ചനക്കിയിട്ടൊക്കെ നിലത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി കഴിക്കാനും അവർക്ക് മണ്ണിലൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് നമ്മൾ നോക്കി നിന്നുങ്ങാണ്ട് വിട്ടു കൊടുക്കുക. അല്ലെങ്കിൽ കീരിയായിട്ടും പരുന്തായിട്ടും കാക്കയായിട്ടൊക്കെ എണ്ണം കുറക്കും. അപ്പോൾ നമ്മൾ കാത്തു നിന്നുങ്ങാണ്ട് തന്നെ ഒന്ന് വിട്ടു കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായി കിട്ടും ചെയ്യും. കാരണം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെതലൊന്നും വല്ലാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, നല്ല മഴ ഉള്ളപ്പോഴൊന്നും. ഇപ്പോൾ പിന്നെ മഴ കുറച്ച് ദിവസമായിട്ട് ഒരു 2 ദിവസമായിട്ടൊന്ന് ഒഴിഞ്ഞ് നിന്നെങ്കിൽ ഇനി മഴയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ചതലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തുമ്പോൾ ഇത് പോരാണ്ട് വിട്ടു കൊടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിലത്തുനിന്നൊക്കെ ചപ്പുന്നൊക്കെ പെറുക്കി കഴിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ എന്താണ് വിട്ടു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് കിട്ടും ചെയ്യും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ ഇപ്പോൾ എന്തായാലും നമ്മൾ വാക്സിനൊക്കെ കൊടുത്തിട്ട് തന്നെ നാടൻ കോഴികളാണെങ്കിലും 2 ലെസോട്ടിയും ഹൈബ്രിഡൊക്കെ എന്തായാലും കൊടുക്കുക. അത് രണ്ടും കൊടുത്താൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഉഷാറായിട്ട് തന്നെ കിട്ടലുണ്ട്.